യുദ്ധഭൂമിയിൽ കാലാൾപ്പടയുടെ കരുത്തും പീരങ്കികളുടെ ഗർജനവും മാത്രം വിജയമുറപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആകാശത്ത് നിന്ന് നിശബ്ദമായി പറന്നിറങ്ങുന്ന ഒരു കുഞ്ഞൻ ഡ്രോൺ മതി കോടികൾ വിലമതിക്കുന്ന ഒരു ഭീമൻ ടാങ്കിനെ നിമിഷാർദ്ധം കൊണ്ട് അഗ്നിഗോളമാക്കാൻ. റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠവും ഇതുതന്നെയാണ്. യുദ്ധതന്ത്രങ്ങൾ ഇനി മാറുകയാണ്. ആധുനിക യുദ്ധമുഖങ്ങളിൽ വൻകിട മിസൈലുകളേക്കാൾ ഭീകരനായി കാമിക്കേസ ഡ്രോണുകൾ മാറുമ്പോൾ പ്രതിരോധത്തിന്റെ പുതിയ കോട്ടകൾ പണിയാൻ ലോകശക്തികൾ നിർബന്ധിതരാകുകയാണ്. ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ആഗോളതലത്തിൽ ചർച്ചയാവുകയും പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ കവചങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇപ്പോൾ പരീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യ തങ്ങളുടെ ടാങ്കുകളെ സംരക്ഷിക്കാൻ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു മാറ്റവുമായി വരുന്നത്. ടാങ്കുകളുടെ മുകളിൽ കൂറ്റൻ ഇരുമ്പ് കൂടുകൾ വെച്ച് ഡ്രോണുകളെ തടയാൻ ശ്രമിച്ച മംഗൽ അഥവാ കോപ്പ് കേജസ് കവചങ്ങളുടെ കാലം അവസാനിച്ചു കഴിഞ്ഞു എന്ന പ്രഖ്യാപനം കൂടിയാണിത്. ആ പഴയ പരീക്ഷണങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ കണ്ണുനീർ വീഴ്ത്താൻ റഷ്യ അവതരിപ്പിക്കുന്ന ഒരു പുതിയ പ്രതിരോധ കവചമാണ് റൊമാഷ്ക. ഒരു പൂവ് വിടരുന്നത് പോലെ മനോഹരമാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ശത്രുക്കളുടെ ചാവേർ ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കരിയിച്ചു കളയാൻ ശേഷിയുള്ള ഈ ഇലക്ട്രോണിക് വാർഫെയർ വിസ്മയം എങ്ങനെയാണ് ടാങ്കുകളുടെ ഭാവി മാറ്റാൻ പോകുന്നത്? വെറുമൊരു കവചത്തിനപ്പുറം ആകാശത്തു നിന്നുള്ള അന്തകനെ തകർത്തെറിയുന്ന ഈ നിഗൂഢ പുഷ്പം യുദ്ധഭൂമിയിലെ പുതിയ നിയമപുസ്തകം രചിക്കുകയാണ്. റൊമാഷ്ക എന്ന പേരിന് പിന്നിലെ ആശയം തന്നെ അതിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പൂവിന്റെ വിരിഞ്ഞ രൂപത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ടാങ്കിന്റെ മുകളിലൂടെ വൃത്താകൃതിയിൽ വ്യാപിക്കുന്ന കേബിളുകളുടെ ഘടനയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. പരമ്പരാഗത കേജ് സംവിധാനങ്ങളിലെ പോലെ ഭാരം കൂടിയ ലോഹവലകൾ ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ ലഘുവായതും എന്നാൽ തന്ത്രപരമായി ക്രമീകരിച്ചതുമായ കേബിളുകൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ വ്യത്യാസം. ഈ രൂപകൽപ്പന ടാങ്കിന്റെ ചലനക്ഷമത കുറയാതെ തന്നെ കൂടുതൽ വ്യാപകമായ സംരക്ഷണം നൽകാൻ സഹായിക്കുന്നു. ഈ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം ഡ്രോണുകൾ ഉപയോഗിച്ച് നടപ്പാക്കുന്ന ടോപ്പ് അറ്റാക്ക് ആക്രമണങ്ങളെ തടയുക എന്നതാണ്. പ്രത്യേകിച്ച് ക്യുമുലേറ്റീവ് വാർഹെഡുകൾ ഉപയോഗിക്കുന്ന FPV ഡ്രോണുകൾ ടാങ്കുകളുടെ മുകളിൽ നിന്ന് നേരിട്ട് ആക്രമിച്ച് വലിയ നാശം വിതയ്ക്കുന്ന സാഹചര്യത്തിൽ റൊമാഷ്ക 1.5 മീറ്റർ ഉയരത്തിൽ തന്നെ ഇത്തരം ആക്രമണങ്ങളെ നിർവീര്യമാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ്. അതായത് ഡ്രോൺ വാർഹെഡ് ടാങ്കിന്റെ പ്രധാന ഘടകങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ശക്തി ചിതറിക്കളയുന്ന തരത്തിലുള്ള പ്രതിരോധമാണ് ഇത് നൽകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരേ സമയം 10 മുതൽ 15 വരെ ഡ്രോണുകളുടെ തുടർച്ചയായ ആക്രമണങ്ങളെയും ഇതിന് ചെറുക്കാൻ കഴിയുമെന്നതാണ് ഈ സംവിധാനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. മുൻകാല മംഗൽ കേജ് സംവിധാനങ്ങളുടെ പ്രധാന പരിമിതികളിൽ ഒന്നായിരുന്നു ടാങ്കിന്റെ ടെററ്റ്, അതായത് ഒരു ടാങ്കിന്റെ ഹള്ളിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന കറങ്ങുന്ന കവചിത ആയുധ പ്ലാറ്റ്ഫോമിന്റെ ചലനത്തെ ബാധിക്കുന്നു എന്നത്. ഭാരം കൂടിയ ലോഹവലകൾ പലപ്പോഴും ടെററ്റിന്റെ സ്വതന്ത്ര തിരിവിനും ഒപ്റ്റിക്കൽ സംവിധാനങ്ങളുടെ കാഴ്ചാപരിമിതിക്കും തടസ്സമുണ്ടാക്കിയിരുന്നു. എന്നാൽ റൊമാഷ്ക ഈ പ്രശ്നത്തിന് ഒരു കാര്യക്ഷമമായ പരിഹാരമാണ് ഇപ്പോൾ നൽകുന്നത്. കേബിൾ അടിസ്ഥാനത്തിലുള്ള ലഘുവായ ഘടന ഉപയോഗിക്കുന്നതിനാൽ ടാങ്ക് ടെററ്റിന് തടസ്സമില്ലാതെ സ്വതന്ത്രമായി തിരിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ തെർമൽ ഇമേജറുകൾക്കും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങൾക്കും തടസ്സമില്ലാതെ കാഴ്ച ലഭിക്കുന്നതും യുദ്ധഭൂമിയിൽ വലിയ നേട്ടമായി മാറുകയാണ്. ഈ വികസനം ആധുനിക യുദ്ധരംഗത്ത് ഡ്രോൺ സാങ്കേതിക വിദ്യ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഒരു കാലത്ത് ടാങ്കുകൾ യുദ്ധത്തിന്റെ നിർണായക ശക്തിയായി കണക്കാക്കിയിരുന്നുവെങ്കിലും ഇന്ന് ചെറുതും കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ പോലും അവയെ വലിയ ഭീഷണിയാക്കുന്നുണ്ട്. അതിനാൽ തന്നെ റൊമാഷ്ക പോലുള്ള നവീന പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധതന്ത്രങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് കൂടി തുടക്കം കുറിക്കുന്നതായി വിലയിരുത്തപ്പെടുകയാണ്. ചുരുക്കത്തിൽ റൊമാഷ്ക എന്നത് ഒരു സാധാരണ സാങ്കേതിക നവീകരണമല്ല, മറിച്ച് ആധുനിക യുദ്ധമുറകൾ എങ്ങോട്ട് നീങ്ങുന്നു എന്നതിന്റെ വിസ്മയിപ്പിക്കുന്ന സൂചന കൂടിയാണ്. ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും തമ്മിലുള്ള ഈ സാങ്കേതിക പോരാട്ടത്തിൽ ഓരോ പുതിയ കണ്ടുപിടുത്തവും യുദ്ധത്തിന്റെ തുലാസിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ന് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അണിയറയിലെ സഖ്യങ്ങളിലേക്കാണ്. ഇറാന്റെ കരുത്തനായ ഡ്രോൺ സാങ്കേതിക വിദ്യക്ക് പിന്നിൽ റഷ്യൻ പിന്തുണയും മറുവശത്ത് ഇസ്രായേലിന് കാവലായി അമേരിക്കയുടെ അത്യാധുനിക ആയുധബലവും അണിനിരക്കുമ്പോൾ യുദ്ധഭൂമി ഒരു പരീക്ഷണശാലയായി മാറുകയാണ്. ഇറാൻ നിർമ്മിത ഡ്രോണുകളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സംവിധാനങ്ങൾ പൊരുതുമ്പോൾ റഷ്യൻ ടാങ്കുകൾക്ക് സുരക്ഷ ഒരുക്കുന്ന റൊമാഷ്ക ആഗോള സൈനിക വിദഗ്ധരുടെ ഇടയിൽ വലിയ ചർച്ചയാവുകയാണ്. ഈ ആഗോള ശക്തികൾ തമ്മിലുള്ള വടംവലിയിൽ ആയുധങ്ങളുടെ എണ്ണത്തേക്കാൾ പ്രധാനം സാങ്കേതിക വിദ്യയുടെ കൃത്യതയാണെന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ കണ്ണീർ വീഴ്ത്തുന്ന ഈ നിഗൂഢ പുഷ്പം കേവലം ഒരു റഷ്യൻ പ്രതിരോധ സംവിധാനമല്ല, മറിച്ച് ആഗോള യുദ്ധതന്ത്രങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന നിർണായക ശക്തിയായി മാറുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാങ്കേതിക യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണിത്.